നമസ്കാരം. പ്രധാന വാർത്തകൾ. കൂട്ടായ്മയിലൂടെ കേരളത്തിന്റെ ആരോഗ്യമേഖല കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ആര് നാട് ഭരിച്ചാലും വികസന തുടർച്ച അനിവാര്യം. ഷൊർണൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എം.പി. LAD പദ്ധതിയിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച IP കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഒറ്റപ്പാലം സൗത്ത് പനമണയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടും അനധികൃത പടക്ക ശേഖരവും. പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ ഷൊർണൂർ ഒറ്റപ്പാലം സ്വദേശികളായ 6 യുവാക്കൾ അറസ്റ്റിൽ. സൗത്ത് പനമണ്ണ റോഡിലെ വാടക കെട്ടിടത്തിൽ MDMAയും കഞ്ചാവും വൻതോതിൽ പടക്ക ശേഖരവും കണ്ടെത്തി. അനധികൃത പടക്ക കച്ചവടത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് കേരള ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ. ഒറ്റപ്പാലത്ത് അനധികൃത വിൽപ്പനയ്ക്ക് പടക്കം സൂക്ഷിച്ചവരുമായും സംഘടനയ്ക്ക് ബന്ധമില്ലെന്നും വിശദീകരണം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം ന്യായീകരിച്ച് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി സുജിത്. പോലീസിന്റെ തല്ലുവാങ്ങിയത് മദ്യപിച്ചതിനെന്ന് KV അബ്ദുൽ ഖാദർ. ജില്ലാ സെക്രട്ടറിയെ തള്ളി സുജിത്. അബ്ദുൽ ഖാദറിന്റെ വാദങ്ങളെല്ലാം തെറ്റ്, താൻ മദ്യപിക്കാറില്ല. തനിക്കെതിരെയുള്ളത് പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള കേസുകൾ മാത്രം. സുജിത്തിനെതിരായ പരാമർശങ്ങൾ നാക്കുപിഴയല്ലെന്ന് ആവർത്തിച്ച് അബ്ദുൽ ഖാദർ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനെതിരെ പ്രതിഷേധം തുടരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ച്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ പാർട്ടി നയം KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ കോൺഗ്രസിന് പ്രതിസന്ധിയില്ലെന്നും പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. രാഹുൽ പാലക്കാട്ടെത്തിയാൽ സംരക്ഷണം ഒരുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിലും KPCC തീരുമാനമെടുക്കും. DCC പ്രസിഡന്റിന്റെ പ്രതികരണം ഏറെ നാളുകൾക്ക് ശേഷം MLA ശനിയാഴ്ച പാലക്കാട്ട് എത്തുമെന്ന സൂചന നിലനിൽക്കെ. CEO അറ്റ് ഉന്നതി പദ്ധതിക്ക് അട്ടപ്പാടിയിൽ തുടക്കം. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ U ഖേൽക്കർ അട്ടപ്പാടി ആനവായിലെ ഉന്നതിയിലെത്തി. പദ്ധതി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരും ഭാഗമാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കം അവസാനിപ്പിക്കണമെന്ന് NREG വർക്കേഴ്സ് യൂണിയൻ. യൂണിയൻ വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം. വിവിധ തപാൽ ഓഫീസുകളിലേക്ക് തൊഴിലാളി മാർച്ച്. വാർത്തകൾ വിശദമായി. കൂട്ടായ്മയിലൂടെ കേരളത്തിന്റെ ആരോഗ്യമേഖല കൈവരിച്ച നേട്ടം രാജ്യത്തിന് മാതൃകയാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP. ആര് ഭരണം നടത്തിയാലും വികസന തുടർച്ച അനിവാര്യമാണെന്നും MP പറഞ്ഞു. ഷൊർണൂർ നഗരസഭ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ MP ഫണ്ടിൽ നിന്നും നിർമ്മാണം നടത്തിയ IP കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. ഷൊർണൂർ നഗരസഭ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പാലക്കാട് MP വി.കെ. ശ്രീകണ്ഠൻ അനുവദിച്ച MP LAD പദ്ധതിയിൽ നിന്നും 1 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ IP കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ഒറ്റനില കെട്ടിടത്തിലാണ് IP ബ്ലോക്ക് പ്രവർത്തിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ കെട്ടിടം വി.കെ. ശ്രീകണ്ഠൻ MP നാടിന് സമർപ്പിച്ചു. കേരളത്തിലെ ആരോഗ്യ ശൃംഖല രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MP പറഞ്ഞു. ആര് ഭരണം നടത്തിയാലും വികസന കാര്യങ്ങളിൽ തുടർച്ച അനിവാര്യമാണെന്നും MP കൂട്ടിച്ചേർത്തു. ഇത് മാറി മാറി വരുന്ന സർക്കാരുകൾ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നുകൊണ്ടാണ് ഒരുപാട് വികസന പ്രവർത്തനം, പുതിയ ടെക്നോളജി, അനുനിമിഷം പുതിയ പുതിയ മെഷീനറികൾ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്ത് വരുന്നുണ്ട്, എല്ലാറ്റിനും ചികിത്സയുണ്ട്. പക്ഷെ സമയത്ത് അറിഞ്ഞ് കണ്ടുപിടിച്ചാൽ മാത്രമേ ചികിത്സ ഫലപ്രദമാകുകയുള്ളൂ. 4ാമത്തെ 5ാമത്തെ സ്റ്റേജിലെത്തിയ പിന്നെ മരണത്തിലേക്കുള്ള സ്റ്റേജാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തണം. പല വൈറസുകളും പല മാരക രോഗങ്ങളും ആദ്യം വരുന്നത് കേരളത്തിലാണ്. മറ്റൊന്നും കൊണ്ടല്ല, മലയാളികൾ യാത്ര ചെയ്യാത്ത ഇടമില്ല. അപ്പോൾ വിദേശത്ത് എവിടെ പോയാലും അവിടെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ എത്തും സ്വാഭാവികമായിട്ട്. അപ്പോൾ നമ്മൾ ജാഗ്രത പുലർത്തിയാൽ. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പുതിയ ഓപ്പറേഷൻ കം പ്രസവ വാർഡ് കെട്ടിടം നിർമ്മിക്കാൻ അടുത്ത വർഷം തുക അനുവദിക്കുമെന്നും വി.കെ. ശ്രീകണ്ഠൻ MP പറഞ്ഞു. ആശുപത്രിയുടെ വികസനം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭ സ്വച്ഛതാ ഹി സേവ 2025 ക്യാമ്പയിനോടനുബന്ധിച്ചുള്ള ലോഗോ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. ശ്രീഹരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. DMO പ്രതിനിധി ഡോക്ടർ അനൂപ് പ്രസാദ്, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണകുമാർ, SG മുകുന്ദൻ, P. ജിഷ, ND ദിൻഷാദ്, വിജയ് പ്രകാശ് ശങ്കർ, രഞ്ജിത്ത്, EK സുഭാഷ്, റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ജെസി എബ്രഹാം ചെമ്മരിക്കാട്ട്, സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P. സിന്ധു സ്വാഗതവും JPH പ്രിയങ്ക നന്ദിയും പറഞ്ഞു. നേരത്തെ MP ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് സ്വീകരണവേദിയിലേക്ക് ആനയിച്ചത്. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ.
ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിൽ ലഹരി ഇടപാടു കേന്ദ്രം പോലീസ് കണ്ടെത്തി. അനധികൃത പടക്ക വിപണിയുടെ മറവിലാണ് ലഹരി ഇടപാടു കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. സംഭവത്തിൽ ഒറ്റപ്പാലം ഷൊർണൂർ സ്വദേശികളായ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷൊർണൂർ സ്വദേശികളായ KN സനൽ 27 വയസ്സ്, KB ഷബീർ 39 വയസ്സ്, കുളപ്പുള്ളി സ്വദേശി K വിഘ്നേഷ് 26 വയസ്സ്, ഒറ്റപ്പാലം പൂളക്കുണ്ട് സ്വദേശികളായ K മുഹമ്മദ് മുസ്തഫ 24 വയസ്സ്, ഷാഫി 27 വയസ്സ്, കാഞ്ഞിരക്കടവ് സ്വദേശി ഷാനിഫ് 30 വയസ്സ് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് പിടികൂടിയത്. 40 ഗ്രാം MDMAയും 1/2 കിലോയോളം കഞ്ചാവും വൻതോതിൽ പടക്കശേഖരവും പോലീസ് കണ്ടെടുത്തു. കണ്ണിയമ്പുറം സൗത്ത് പനമണ്ണ റോഡിലെ വാടക വീട്ടിലായിരുന്നു ലഹരി ഇടപാടും അനധികൃത പടക്ക ശേഖരവും. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിൻ്റെയും ഒറ്റപ്പാലം പോലീസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. അനുമതിയില്ലാതെ 20ഓളം പെട്ടികളിലായി സൂക്ഷിച്ച പടക്കശേഖരവും കസ്റ്റഡിയിലെടുത്തു. ഇവ ലോറിയിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ തുടരുകയാണ്. അനുമതിയില്ലാതെ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച പടക്കശേഖരമാണിതെന്ന് പോലീസ് പറഞ്ഞു. ഷൊർണൂർ DYSP R മനോജ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ A അജീഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. ഷൊർണൂർ ഇൻസ്പെക്ടർ V രവികുമാറിൻ്റെ സാന്നിധ്യത്തിലാണ് ദേഹപരിശോധന നടത്തിയത്. സബ് ഇൻസ്പെക്ടർ M സുഭാഷ്, ASIമാരായ ഷബീർ, സുധീഷ്, SCPOമാരായ രാമദാസ്, സുരേന്ദ്രൻ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് വിൽപ്പനയ്ക്കായി പടക്കം അനധികൃതമായി സൂക്ഷിച്ചവരുമായി സംഘടനയ്ക്ക് ബന്ധമില്ലെന്ന് കേരള ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ. ഓൺലൈനായും അല്ലാതെയും അനധികൃത പടക്ക കച്ചവടം നടത്തുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നതെന്ന് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ V ഉണ്ണികൃഷ്ണൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അനധികൃത പടക്ക കച്ചവടത്തിൻ്റെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന പിടികൂടിയ സാഹചര്യത്തിൽ കാര്യക്ഷമമായ പരിശോധനയും നടപടിയും വേണമെന്നും V ഉണ്ണികൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഉത്സവങ്ങൾ ഉൾപ്പെടെയുള്ള സവിശേഷ വേളകൾ ലക്ഷ്യം വെച്ചാണ് കേരളത്തിൽ അനധികൃതമായി പടക്കവും മറ്റ് സ്ഫോടക വസ്തുക്കളും എത്തുന്നത്. ഓൺലൈൻ മൂലമുള്ള പടക്ക കച്ചവടവും വഴിയോര കച്ചവടവും സുപ്രീം കോടതി നിരോധിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാവാത്തതിന് കാരണം ഉദ്യോഗസ്ഥരാണ്. GST അടയ്ക്കാതെ അതിർത്തി കടത്തി പടക്കം അനധികൃതമായി കേരളത്തിൽ എത്തുന്നത് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ സ്വാധീനത്തിലാണ്. സുരക്ഷാ ക്രമീകരണമില്ലാതെ പടക്കം സൂക്ഷിക്കുന്നത് അപകടത്തിനിടയാക്കുന്നുണ്ട്. അനധികൃതമായി പടക്കങ്ങൾ വിൽപ്പന നടത്തിയാലും അലക്ഷ്യമായി സൂക്ഷിച്ച പടക്കങ്ങൾ പൊട്ടിത്തെറിച്ചാലും ബലിയാടാവുന്നത് നിയമപരമായി കച്ചവടം ചെയ്യുന്നവരാണ്. കേരളത്തിൽ വ്യാപക പരിശോധന നടത്തി അനധികൃത പടക്ക കച്ചവടം ചെയ്യുന്നവരെയും സൂക്ഷിപ്പുകാരെയും പിടികൂടി നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നും V ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. മറ്റുള്ള ലഹരി വിരുദ്ധ മരുന്നുകൾ കച്ചവടം ചെയ്യുന്ന ഒരാളുടെ പക്കൽ നിന്നാണ് പിടിച്ചത്. അപ്പം ഞങ്ങളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ വ്യാപാരിക്ക് ഞങ്ങളുടെ സംഘടനയായിട്ട് ഒരു ബന്ധവുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ അനധികൃതമായിട്ട് പടക്കം വിൽക്കുന്നവരെ പിടികൂടണമെന്നുള്ള അഭ്യർത്ഥന ഞങ്ങൾ ഇതിനു മുമ്പ് അധികാരികളുടെ മുന്നിൽ വച്ചിട്ടുള്ളതാണ്. ഇപ്പം ഇത് വ്യാപകമായിട്ട് എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഓൺലൈൻ ബിസിനസ് വഴിയും മറ്റുള്ള പള്ളികളിലും അമ്പലങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ശുപാർശയിൽ നിന്ന് ലൈസൻസ് ഇല്ലാതെ അനധികൃതമായിട്ട് പടക്കങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ മറവിലാണ് ഇപ്പോൾ ഈ ലഹരി വിരുദ്ധ മരുന്നുകളും ഇവർ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഇത് ഈ വ്യാപാരിയായിട്ടും ഈ വ്യക്തിയായിട്ടും ഞങ്ങളുടെ ഫയർ ഡീലേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് ഒരു ബന്ധവുമില്ലെന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഞങ്ങൾ ഒരിക്കലും ഈ വക കച്ചവടങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയില്ല. ശരിയായ വിധത്തിൽ SOC ലൈസൻസ് എടുത്തിട്ടുള്ള ആളുകൾ മാത്രമേ ഞങ്ങളുടെ സംഘടനയിലുള്ളൂ. അതിനാണ് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും. ഇതിനു മുമ്പും ഓൺലൈൻ കച്ചവടം സുപ്രീം കോടതി നിരോധിച്ചിട്ടുള്ളതാണെങ്കിലും അതിന് നിയമപരമായിട്ടുള്ള ഒരു സാധ്യത ഈ സ്റ്റേറ്റിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഹൈക്കോടതിയിൽ ഒരു റിപ്പറ്റേഷൻ ഫയൽ ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ മോഡൽ ഞങ്ങൾ സമ്പാദിക്കുകയുണ്ടായി. അത് ഞങ്ങൾ ഇത് കഴിഞ്ഞ തവണ തന്നെ ഇവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കേണ്ടായി. അപ്പോൾ ട്രഷറർ CA ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി A നസീർ, പ്രസിഡന്റ് അനിൽ P വത്സൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
കസ്റ്റഡി മർദ്ദനം ന്യായീകരിച്ച് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി. മദ്യപിച്ചതിനാണ് സുജിത്ത് പോലീസിന്റെ തല്ലുവാങ്ങിയതെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. മദ്യപിച്ചു പിടിച്ചാൽ പോലീസുകാർ ബിരിയാണി വാങ്ങിക്കൊടുക്കണോ എന്നും അബ്ദുൽ ഖാദർ ചോദിച്ചു. സുജിത്തിന്റെ വിവാഹം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെയും അബ്ദുൽ ഖാദർ വിമർശിച്ചു. ആ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചത് നമ്മുടെ നിലപാടതാണ്, ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ സംഭവത്തിന് ഒരു മറുവശമുണ്ട്. എന്താ മറുവശം? ഇദ്ദേഹം ധീര പോരാളിയായിട്ടുള്ള ഒരു സർവ്വതംഗ പരിത്യാഗിയായിട്ടുള്ള ആളല്ല. ഒരു കാണിപ്പയ്യൂർ തെരുവിൽ മദ്യപിച്ച് വീട്ടമ്മമാർക്ക് ബഹളം കുഴപ്പമുണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ 4 അംഗ മദ്യപ സംഘത്തെ അവിടുത്തെ പോലീസ്, അവർ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ, പിടിച്ച് ജീപ്പിൽ കയറ്റി. ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ചെന്നിട്ട് ജീപ്പിൽ നിന്ന് അവരെ ബലമായിട്ട് പിടിച്ചിറക്കി. SI സ്വാഭാവികമായിട്ടും ചെറുത്തു. SIയുടെ വാച്ച് നഷ്ടപ്പെട്ടു, പോലീസിനെ അടിച്ചു. അപ്പോ പോലീസ് കൂടുതൽ സ്ട്രെങ്ത് ആവശ്യപ്പെട്ടു. കൂടുതൽ പോലീസ് വന്നിട്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവർ കൊണ്ടുപോയിട്ട് തടവി ബിരിയാണി മേടിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല. അങ്ങനെ സംഭവിച്ച കാര്യമാണ്. അത് മാത്രമല്ല, 11 കേസിലെ പ്രതിയാണ് ഇയാൾ. 11 കേസിലെ പ്രതിയാണ്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയെ തള്ളി പോലീസ് മർദ്ദനമേറ്റ സുജിത്ത്. അബ്ദുൽ ഖാദറിന്റെ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് സുജിത്ത് പറഞ്ഞു. പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള കേസുകൾ മാത്രമാണ് തനിക്കെതിരെയുള്ളത്. താൻ മദ്യപിക്കാത്ത ആളാണെന്നും മദ്യപിച്ച പ്രശ്നമുണ്ടാക്കി എന്ന വാദം പച്ചക്കള്ളമാണെന്നും സുജിത്ത് കൂട്ടിച്ചേർത്തു. ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ്, നമ്മൾ മദ്യപിക്കാറില്ല. അതുപോലെ പോലീസിനോട് ഒരു കുട്ടികളെ സംബന്ധിച്ചിട്ട് മറ്റേ വാക്ക് തിരക്കുണ്ടായതിനുള്ള കാരണമാണ് ഞാൻ ഇടപെട്ട് സംസാരിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ നിരവധി കേസുകളിൽ പ്രതിയാണെന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ പൊതുപ്രവർത്തകനാണ്. നാട്ടിലെ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് നിൽക്കുന്നതാണ്. പാർട്ടി രംഗത്തും രംഗത്ത് നിരവധി സമരങ്ങളും സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ടുള്ള കേസുകൾ നിരവധി കേസുകളുണ്ട്. അതിനെ പറ്റിയിട്ട് ഒരു യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സുജിത്തിനെതിരെ നടത്തിയ പ്രസംഗം നാക്കുപിഴയല്ലെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. വസ്തുതാപരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. പോലീസ് തല്ലാൻ പാടില്ലെന്ന് അംഗീകരിക്കുമ്പോഴും ഇവിടെ അതിനൊരു മറുവശമുണ്ടെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. കസ്റ്റഡി മർദ്ദന വിഷയം അവതരിപ്പിച്ച ഘട്ടത്തിൽ സുജിത്ത് ഏതെങ്കിലും കേസിൽ പ്രതിയാണെന്ന് DCC പ്രസിഡന്റോ കോൺഗ്രസ് നേതാക്കളോ പറഞ്ഞിട്ടില്ലെന്ന് KV അബ്ദുൽ ഖാദർ ചൂണ്ടിക്കാട്ടി. പോലീസുമായി സുജിത്ത് മൽപ്പിടുത്തമുണ്ടായി, അക്കാര്യം മറച്ചുവെച്ചു. കല്ലുംപുറത്ത് കല്യാണ ഹാളിൽ അടിപിടിയുണ്ടാക്കി. പള്ളിപ്പെരുന്നാളിന് തല്ലുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. പോലീസ് തല്ലാൻ പാടില്ല എന്നുള്ളത് അംഗീകരിക്കുന്നു, എന്നാൽ അതിനൊരു മറുവശമുണ്ട്. യഥാർത്ഥ വസ്തുതകൾ പുറത്തുവിടുന്നില്ല. സുജിത്തിൻ്റെ കല്യാണം വലിയ സംഭവമാക്കി മാധ്യമങ്ങൾ മാറ്റി. അങ്ങനെ ആഘോഷമാക്കാൻ വിശുദ്ധനാണോ ഇയാളെന്ന് KV അബ്ദുൽ ഖാദർ ചോദിച്ചു. തൻ്റെ പ്രസംഗം നാക്കുപിഴയല്ല, വസ്തുതാപരമായ കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞതെന്നും അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. സുരേഷ് ഗോപി കേസുമായി ബന്ധപ്പെട്ട് TN പ്രതാപൻ്റെ നാടകത്തെക്കുറിച്ച് പറയേണ്ടി വരും.
TN പ്രതാപൻ വോട്ടർ പട്ടിക ക്രമക്കേടിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസാരിച്ചിട്ടില്ലെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ച്. മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. മാർച്ചിന് ശേഷം നടന്ന ധർണ മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് T. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി സ്മിത മുരളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പാർട്ടി നയം KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ കോൺഗ്രസിന് പ്രതിസന്ധിയില്ലെന്നും പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ഏറെ നാളുകൾക്ക് ശേഷം രാഹുൽ ശനിയാഴ്ച പാലക്കാട് വരുമെന്ന സൂചന നിലനിൽക്കെയാണ് DCC പ്രസിഡന്റിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ പാർട്ടിക്ക് പുറത്താണ്. രാഹുൽ പാലക്കാട്ടെത്തിയാൽ സംരക്ഷണം ഒരുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത് KPCC പ്രസിഡന്റാണെന്നും A. തങ്കപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ പാർട്ടിയുടെ അകത്തല്ലല്ലോ, അപ്പോൾ അദ്ദേഹം എന്നെ അറിയിക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സംരക്ഷണം ഒരുക്കോ അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് തീരുമാനം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അവസാന വാക്ക് എന്ത് എന്ന് തീരുമാനിക്കുന്നത് KPCC അധ്യക്ഷനാണ്. അദ്ദേഹം എന്തു പറഞ്ഞോ അതനുസരിക്കേണ്ട ബാധ്യതയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നൽകിയുള്ളത്. രാഹുൽ വിഷയത്തെ സംബന്ധിച്ച് പലരും പലതും പറയും. അന്തിമ തീരുമാനം KPCCയുടേതാണ്. DCC നടപ്പിലാക്കുന്നതും KPCC തീരുമാനമാണ്. രാഹുൽ വരണമെന്നും സംരക്ഷണം നൽകുമെന്നും നഗരസഭാ കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി ഉൾപ്പെടെ ചിലർ വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു തങ്കപ്പൻ്റെ പ്രതികരണം. കോൺഗ്രസ് ഗൃഹസന്ദർശനം ഉൾപ്പെടെ പാർട്ടി പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ വിഷയം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഉണ്ടായാൽ തരണം ചെയ്യാനുള്ള കഴിവ് കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ടെന്നും A. തങ്കപ്പൻ പറഞ്ഞു. അത് എന്തായാലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഡയറക്ഷൻ എന്തുണ്ടോ അത് അനുസരിക്കും. ഓക്കെ ആണ്. ഞാൻ മാത്രമല്ല, ഇവിടെ ആയിരക്കണക്കിന് വോട്ട് ഉണ്ടല്ലോ, അത് നിർവഹിക്കുമല്ലോ. നിങ്ങൾ തന്നെ രണ്ടും പറയുന്നല്ലോ. അത് ആ സമയത്ത് പറയും എന്ത് ചെയ്യണം. അങ്ങനെ ഒരു ഘട്ടം ഉണ്ടെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറയും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ളവരും ഭാഗമാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ CEO അറ്റ് ഉന്നതി പദ്ധതിക്ക് അട്ടപ്പാടിയിൽ തുടക്കം. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ U. ഖേൽക്കറിൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന മുന്നൊരുക്ക അവലോകന യോഗത്തിലാണ് CEO പദ്ധതിക്ക് രൂപം നൽകിയത്. അട്ടപ്പാടി ആനവായിലെ ഉന്നതിയിൽ രാവിലെ 11:30 CEO നേരിട്ട് സന്ദർശിച്ചാണ് പദ്ധതി ആരംഭിച്ചത്. അട്ടപ്പാടിയിലെ ഏറ്റവും വിദൂര പോളിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആനവായി. എല്ലാ ജില്ലയിലും ഇത്തരത്തിലുള്ള ഉൾപ്രദേശങ്ങൾ CEO നേരിൽ സന്ദർശിക്കും. 2002 SIR പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ പേരുകൾ 2025 നിലവിലുള്ള പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള ആവശ്യമായ രേഖകൾ വിദൂര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ കൈവശം പോലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുവരുത്തുകയുമാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. സെപ്റ്റംബർ 20 മുമ്പായി ബൂത്ത് ലെവൽ ഓഫീസർമാർ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ആവശ്യമായ പരിശീലനം നൽകണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ വച്ചാണ് സംഘർഷമുണ്ടായത്. ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പാലപ്പെട്ടി അൽഫാസ ആംബുലൻസ് ഡ്രൈവർ അണ്ടത്തോട് വീട്ടിൽ ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. അണ്ടത്തോട് മുസ്തഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് ഡ്രൈവർ നിസാറാണ് ആക്രമിച്ചതെന്ന് ഹനീഫ പറഞ്ഞു. കഴിഞ്ഞ രാത്രി 7:30 കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ വച്ചാണ് സംഘർഷമുണ്ടായത്. ഇരുവരും തമ്മിൽ നേരത്തെ തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണമുണ്ടായത്. സംഘർഷ സമയത്ത് ഇരു ആംബുലൻസുകളിലും രോഗികൾ ഉണ്ടായിരുന്നതായി പറയുന്നു. പരിക്കേറ്റ ഹനീഫയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ
തീവ്രയജ്ഞ പരിപാടിക്ക് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ തുടക്കമായി. വനംവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്നാണ് തീവ്രയജ്ഞ പരിപാടി നടപ്പാക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ പരാതിപ്പെട്ടി സ്ഥാപിച്ച പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. ഒത്തൊരുമയോടുകൂടി ഇന്നു മുതൽ നമ്മുടെ പഞ്ചായത്തിൽ 15 ദിവസമാണ് വന്യജീവി സന്ദേശം പരാതികൾ സ്വീകരിക്കുന്നത്. നമ്മൾ പഞ്ചായത്തിൽ 15 ദിവസം ഇവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള വന്യജീവികളുടെ ആക്രമണങ്ങളും മറ്റു പരാതികളും ഇവിടെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ ഈ ബോക്സിൽ കൊണ്ടുവന്ന് നിഷേധിക്കുകയാണ്. പഞ്ചായത്ത് സെക്രട്ടറി S. അഫ്താബ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA AV ഗോപിനാഥ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി AE മനോജ്, PC റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ PR പ്രകാശൻ, PP സന്ദീപ്, ഫോറസ്റ്റ് വാച്ചർമാരായ C. രാധാകൃഷ്ണൻ, KV രാജീവ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിന്ദു, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വന്യജീവി ശല്യം നേരിടുന്ന പൊതുജനങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടിയിൽ പരാതി സമർപ്പിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് മേഖലയിൽ നടപ്പിലാക്കുന്ന ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ അമ്പലപ്പാറ പോസ്റ്റ് ഓഫീസ് മാർച്ചും പൊതുയോഗവും നടത്തി. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. 2025 ജൂൺ 16 തൊഴിലാളി വിരുദ്ധ ഉത്തരവ് പിൻവലിക്കുക, തരിശുഭൂമി പാട്ടത്തിന് ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള പദ്ധതി തകർക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക, റോഡിൻ്റെ അഴുക്കുചാൽ, കനാൽ എന്നിവ പണിയുന്നതിന് ഫണ്ട് അനുവദിക്കുക, കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, കൂലി 600 രൂപ ആക്കുക, വെട്ടിക്കുറച്ച കേന്ദ്രവിധം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അമ്പലപ്പാറ പോസ്റ്റ് ഓഫീസിലേക്ക് NREG വർക്കേഴ്സ് യൂണിയൻ മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആ ദ്രോഹത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ആരാണ്? ഏത് ഗവൺമെന്റാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് അല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതിനുവേണ്ടി പഞ്ചായത്തുകളിലെല്ലാം തന്നെ കൂടുതൽ തൊഴിലവസരം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ പഞ്ചായത്ത് മുഖാന്തരം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തുകളിലെ വിവിധ പദ്ധതികളെല്ലാം ആരംഭിച്ച് അതിലെ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് തൊഴിലാളികൾക്ക് ഒരു 100 ദിവസമെങ്കിലും തൊഴിൽ കിട്ടണമെന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് T. രജിത അധ്യക്ഷയായി. CPM LC സെക്രട്ടറി CC രാജൻ, ഏരിയ കമ്മിറ്റി അംഗം രുക്മിണി, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ മണ്ണൂർ വില്ലേജ് കമ്മിറ്റി കിഴക്കുംപുറം പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. മാർച്ചിന് ശേഷം നടന്ന ധർണ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം P. ബാലൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് NREG വർക്കേഴ്സ് യൂണിയൻ മണ്ണൂർ വില്ലേജ് കമ്മിറ്റി മണ്ണൂർ കിഴക്കുംപുറം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിന് ശേഷം നടന്ന ധർണ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം P. ബാലൻ ഉദ്ഘാടനം ചെയ്തു. അതേപോലെ പ്രശ്നങ്ങൾ സർക്കാർ സർവീസ് മേഖലയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തൊഴിലാളി വർഗം രാജ്യത്തെ എണ്ണത്തിൽ കൂടി വരുന്നവർ തൊഴിലാളി വർഗം ബോധം ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് മുന്നോട്ട് പോകും. അതുകൊണ്ട് കേരളത്തെ പോലുള്ള സംസ്ഥാനത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങളെ പോലെ തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ കടമകൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരിടയിലേക്ക് വളർന്നു വരുന്ന അന്യമത വർഗീയ ചിന്താഗതികൾ, അത് അവരറിയാതെ അവർക്കെതിരെ നമുക്കെതിരെ പ്രയോഗിക്കാൻ കിട്ടുന്ന ഒരവസരം പോയി വരുമ്പോൾ വളരെ ഗൗരവമായി തന്നെ തൊഴിലാളി വർഗത്തിനെ വർഗബോധത്തിനും ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ജാതിമത വർഗീയ ശക്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ഭരണകൂടത്തിന്, ഭരണ സംവിധാനത്തിനെതിരെ ഒരു നിലപാടെടുത്തുകൊണ്ടുവന്നു. യൂണിയൻ വില്ലേജ് പ്രസിഡന്റ് OM മുരളി അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ, TR ശശി, M ഉണ്ണികൃഷ്ണൻ, AA ഷിഹാബ്, ഷഫീന നജീബ് എന്നിവർ പ്രസംഗിച്ചു. VC പ്രീത സ്വാഗതവും AK ജയശ്രീ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ക്രിയേറ്റീവ് കോർണർ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോട്ടായിൽ SRG യോഗം ചേർന്നു. UP വിഭാഗം അധ്യാപകരാണ് തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത്. ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ പങ്കെടുത്ത ക്രിയേറ്റീവ് കോർണർ പാഠഭാഗങ്ങളുമായി ഉൾച്ചേർത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ സജീവമാക്കാനും
ജില്ലയിൽ നിന്ന് ലഭിച്ച മൊഡ്യൂൾ പ്രകാരം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ക്രിയേറ്റീവ് കോർണറിനെ കൂടുതൽ ഊർജിതമാക്കാനും തീരുമാനിച്ചു. ആഴ്ചയിലോ മാസത്തിലോ റിവ്യൂ നടത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്താനും തീരുമാനമായിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും കോർണറിലെ എല്ലാ ഉപകരണങ്ങളും പരിചയപ്പെടാൻ അവസരം ഒരുക്കുകയും അവശ്യഘട്ടങ്ങളിൽ വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കുകയും ചെയ്യും. പഞ്ചായത്തിലെ മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്ക് കോർണർ പരിചയപ്പെടാൻ വേണ്ട സൗകര്യം ഏർപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പത്രിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി വി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാജ്യമെമ്പാടും നടത്തുന്ന ഏകദിന അമൃത് മഹോത്സവിൻ്റെ ഭാഗമായാണ് പത്തിരിപ്പാല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ NSS യൂണിറ്റിൻ്റെയും റെഡ്ഡീസ് ബ്ലഡ് കേരള, ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തിയത്. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി വി അനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരു ഇടപെടലും അതിലൂടെ പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ ഈ ഒരു വീക്ഷണം എത്തിച്ചേരുന്നുള്ളത് തീർച്ചയായും ഉറപ്പാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളായിട്ട് സഹകരിച്ചിട്ടുള്ള ജില്ലാ ആശുപത്രി അധികൃതർ, ജില്ലാ ആശുപത്രി ബ്ലഡ് സെൻറ്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദു, ബ്ലഡ് ബാങ്ക് കൗൺസിലർ രഞ്ജിത രാജ്, RIBK കോർഡിനേറ്റർ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ വി അജിത് സ്വാഗതവും NSS വോളണ്ടിയർ അശ്വിൻ കൃഷ്ണ നന്ദിയും പറഞ്ഞു. 14 യൂണിറ്റ് രക്തം ദാനം ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്രിപ്പാല ഗവൺമെന്റ് ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾക്കായി ഏകദിന പ്രിലിമിനറി ക്യാമ്പ് നടത്തി. ഹെഡ് മിസ്ട്രസ് അനിത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ റോബോട്ടിക്സ്, ആനിമേഷൻ, സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് തുടങ്ങിയ വിവിധ മേഖലകൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. കൈറ്റ്സ് മാസ്റ്റർ ട്രെയിനർ ആശ ക്ലാസ് എടുത്തു. കൈറ്റ്സ് അംഗങ്ങളുടെ രക്ഷിതാക്കൾക്കായി നടത്തിയ മീറ്റിംഗിൽ പങ്കെടുക്കാനെത്തിയവരെ മധുരം നൽകി സ്വീകരിച്ചത് ഫസ്വ എന്ന റോബോട്ടായിരുന്നു. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫവാസ് സ്വന്തമായി നിർമ്മിച്ച ഈ റോബോട്ട് ശ്രദ്ധേയമായി. കൈറ്റ്സ് അംഗമായ ദുർഗ സ്വാഗതം പറഞ്ഞു. ആർച്ച നന്ദി രേഖപ്പെടുത്തി. അധ്യാപകരായ മനോജ്, മീര, ധന്യ എന്നിവർ സംസാരിച്ചു. ലിറ്റിൽ കൈറ്റ്സിൻ്റെ ആദ്യത്തെ ക്യാമ്പാണ് അറ്റൻഡ് ചെയ്യുന്നത്. രക്ഷിതാക്കളുടെ സെഷനാണ് ഉള്ളത്. അതിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മക്കളോട് ചോദിക്കുക എന്തൊക്കെയാണ് ഇതോട് കിട്ടിയതെന്ന്. എന്തായാലും ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 3 കൊല്ലത്തിൻ്റെ കണ്ടിന്യൂസ് കുറേ ബുദ്ധിമുട്ടേണ്ടി വരും മക്കൾ. ചിലപ്പോൾ ഇൻഡിവിജ്വൽ പ്രൊജക്റ്റ് ചെയ്യണ്ടാവും, ചിലപ്പോൾ ഗ്രൂപ്പ് പ്രൊജക്റ്റ് ഉണ്ടാവും. ഗ്രൂപ്പ് പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി മെനക്കെടേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി പഞ്ചായത്തിൽ സ്കൂൾ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി. പുളിനെല്ലി ഗവൺമെന്റ് LP സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സതീഷ് നിർവഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വിനീത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ, പഞ്ചായത്ത് അംഗം രജിത, കുഴൽമന്ദം BRC കോർഡിനേറ്റർ നിഷാന, സ്കൂൾ PTA പ്രസിഡന്റ് ശശികുമാർ, അധ്യാപകരായ P അജയ്, KS സുപ്രിയ, R ഇന്ദുലേഖ എന്നിവർ സംസാരിച്ചു. സ്കൂൾ സീനിയർ അധ്യാപിക TP പ്രഭിത സ്വാഗതവും K അംബിക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ BMS സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 14 വരെ പഞ്ചായത്ത് നഗരസഭാ തലത്തിൽ പദയാത്രകൾ സംഘടിപ്പിക്കും. കേന്ദ്രത്തിനെതിരെ തൊഴിൽ വിരുദ്ധത ആരോപിച്ച് സമരം ചെയ്യുന്ന ഇടത് സംഘടനകൾ കേരള സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹം കാണാതെ പോകുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണെന്ന് BMS പാലക്കാട് ജില്ലാ സെക്രട്ടറി K രാജേഷ് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കേരളം വ്യവസായ സൗഹൃദമെന്നത് സർക്കാർ നേരിട്ട് നടത്തുന്ന നുണപ്രചരണം മാത്രമാണെന്ന് BMS ജില്ലാ സെക്രട്ടറി K രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ 9 വർഷത്തിനിടെ പരമ്പരാഗത തൊഴിലാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടമായി. കരാർ സ്വകാര്യവൽക്കരണത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നവരാണ് KSRTC, KSEB തുടങ്ങിയ മേഖലകളിൽ കരാർവൽക്കരണം തകൃതിയായി നടപ്പാക്കുന്നത്. കേരളത്തിലെ 16ഓളം ക്ഷേമനിധി ബോർഡ് ആനുകൂല്യ വിതരണവും പെൻഷൻ വിതരണവും അലങ്കോലമായത് ഇടതു സർക്കാരിൻ്റെ കാലത്താണ്. PSCയെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനങ്ങളാണ് നടത്തുന്നത്. CPMനോട് ചേർന്ന് നിൽക്കുന്നവരുടെ നെറുകേടുകൾ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ്. അടിയന്തരാവസ്ഥക്കാലത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിലാണ് ലോക്കപ്പ് മർദ്ദനങ്ങൾ കേരളത്തിൽ നടക്കുന്നത്.
ജനോപകാരപ്രദമായ കേന്ദ്ര പദ്ധതികൾ രാഷ്ട്രീയ താൽപ്പര്യം വെച്ച് അട്ടിമറിക്കുന്നവർ തന്നെയാണ് കേന്ദ്രം ഫണ്ട് തരുന്നില്ലെന്ന് വിലപിക്കുന്നത്. കേരളത്തിൽ വെളിച്ചെണ്ണ വില 500-ലേക്ക് എത്തിയത് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ സർക്കാർ പരാജയമാണെന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ തൊഴിലാളിദ്രോഹ നിലപാടുകൾ ജനസമക്ഷം വിശദീകരിക്കുന്നതിനാണ് BMS പദയാത്ര സംഘടിപ്പിക്കുന്നതെന്നും രാജേഷ് പറഞ്ഞു. അതിൽ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പുതിയൊരു സംരംഭം പോലും നമ്മളുടെ കേരളത്തിൽ വരുന്നില്ല. ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറാൻ നമുക്ക് സാധിക്കുന്നില്ല. കിറ്റെക്സ് തന്നെ നമുക്കറിയാം ഇവിടെ നിന്ന് പോയി, അതിൻ്റെ രാഷ്ട്രീയമായ വശങ്ങളൊക്കെ അപ്പുറത്തിരിക്കട്ടെ. പക്ഷെ ഒരു തൊഴിൽ സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകും. യുവാക്കളും യുവതികളും ഇന്ന് കേരളം വിട്ട് മറ്റ് സ്റ്റേറ്റുകളിലും വിദേശ രാജ്യങ്ങളിലും ജോലി തേടി പോകുമ്പോൾ ഇവിടെ ഒരു സമൂഹം തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് കേരളം മാറുകയാണ്. നാളെ വൃദ്ധരായ കുറച്ച് ആളുകളുടെ മാത്രം നാടാവുമോ എന്ന് പോലും നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്നത് മയക്കുമരുന്നിൻ്റെ ഒരു ഹബ്ബായി കേരളം മാറിയിരിക്കുക. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു സ്റ്റേറ്റായി നമ്മൾ മാറുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ ഇപ്പോൾ നിരന്തരമായി നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ ഇതോടൊപ്പം തന്നെ വരുന്നു. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ, പുതിയ ഒരു തൊഴിലില്ലായ്മ, നമ്മുടെ ആശുപത്രികൾ, ആരോഗ്യരംഗം. കേരളം നമ്പർ 1 ആണ് ആരോഗ്യരംഗത്ത് പറയുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടാവില്ല. ഏറ്റവും കൂടുതൽ മെഡിക്കൽ സ്റ്റോറുള്ള സ്റ്റേറ്റ് എവിടെയാണ്? ഓരോ 50 മീറ്ററിൽ ഒരു മെഡിക്കൽ ഷോപ്പ് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ. BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം, വൈസ് പ്രസിഡന്റ് V ശിവദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CBSE വിദ്യാലയ കൂട്ടായ്മയായ സഹോദയ സ്കൂൾ കലോത്സവം സിംഫണി 2025 സെപ്റ്റംബർ 18, 19, 20 തീയതികളിൽ പാലക്കാട് ചന്ദ്രനഗർ ഭാരത് മാതാ വിദ്യാലയത്തിൽ നടക്കും. 72 വിദ്യാലയങ്ങളിൽ നിന്ന് 4300ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് ഷാജി കെ തയ്യിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് വിദ്യാർത്ഥികൾ മത്സരിക്കുന്നത്. 25 മുതൽ 28 വരെ സ്റ്റേജുകളിലായി 140 ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. സ്കൂൾ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളാണ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. വിദ്യാർത്ഥികൾക്കാവശ്യമായ യാത്രാ സൗകര്യം, ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേജ് ഇതര മത്സരങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്നതിനു വേണ്ട ഉദ്യോഗസ്ഥ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ മത്സരം നമ്മൾ സംഘടിപ്പിക്കുന്നത് പ്രധാനമായിട്ടും 3, 4 ക്ലാസ്സുകളിലെ കുട്ടികൾ കാറ്റഗറി 1, 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾ കാറ്റഗറി 2, അതോടൊപ്പം തന്നെ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾ കാറ്റഗറി 3, +1, +2 ക്ലാസ്സിലെ കുട്ടികൾ കാറ്റഗറി 4. അങ്ങനെ 4 കാറ്റഗറികളിലായിട്ടാണ് നമ്മൾ ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. 140 ഇനങ്ങളാണ് മൊത്തത്തിൽ നമുക്ക് മത്സരത്തിനായിട്ട് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. 140 ഇനങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 72ഓളം സ്കൂളുകളിൽ നിന്നും, പാലക്കാട് ജില്ലയിലെ 72ഓളം സ്കൂളുകളിൽ നിന്നും 4300-ലധികം കുട്ടികൾ ഈ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. സംസ്ഥാന കലോത്സവ മാനുവൽ പ്രകാരമാണ് ജില്ലാ കലോത്സവവും സംഘടിപ്പിക്കുന്നതെന്നും ഷാജി കെ തയ്യിൽ പറഞ്ഞു. ട്രഷറർ റവറൻഡ് ഫാദർ ലിൻഡേഷ് ആന്റണി, അഡ്മിനിസ്ട്രേറ്റർ റവറൻഡ് ഫാദർ അനിൽ TK, പ്രോഗ്രാം കോർഡിനേറ്റർ സിന്ധു നായർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പഠനയാത്രയൊരുക്കി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത്. ട്രെയിൻ മാർഗം നിലമ്പൂരിലേക്കായിരുന്നു പഠനയാത്ര. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ബഡ്സ് സ്കൂളിലെ ഭിന്നശേഷിക്കാരായ 24 വിദ്യാർത്ഥികൾക്കായാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കളും മറ്റ് ഭാരവാഹികളും ചേർന്ന് നിലമ്പൂരിലേക്ക് ട്രെയിൻ മാർഗം പഠനയാത്ര സംഘടിപ്പിച്ചത്. ജീവിതത്തിൽ ആദ്യമായി ട്രെയിനിൽ കയറിയ സന്തോഷത്താൽ കുട്ടികൾ എല്ലാം മറന്ന് തുള്ളിച്ചാടി. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ ട്രെയിനിലാണ് യാത്ര ആരംഭിച്ചത്. നിലമ്പൂരിലെത്തി ടൂറിസ്റ്റ് ബസ്സിൽ തേക്കിൻകാട് മ്യൂസിയവും മറ്റ് വിവിധ സ്ഥലങ്ങളും സന്ദർശിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, അഡീഷണൽ സെക്രട്ടറി ശോഭന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി തുടങ്ങിയവരാണ് യാത്രാസംഘത്തെ നയിച്ചത്. മ്യൂസിയം, കരുളായി ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ ഒരു പഠനയാത്ര എന്ന നിലയ്ക്കാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഡ്സ് സ്കൂളിലെ കുട്ടികളും അവരുടെ രക്ഷാകർത്താക്കളും ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ സീനിയർ ചെയർപേഴ്സൺ, അങ്ങനെ എല്ലാവരും ഈ യാത്രയിലൊപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
KSBA ഒറ്റപ്പാലം താലൂക്ക് ലേഡി ബ്യൂട്ടീഷ്യൻസ് ഓണാഘോഷം ഒറ്റപ്പാലത്ത് നടന്നു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് MN തിലകം ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം JRJ കോംപ്ലക്സിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് MN തിലകം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ലതിക, സെക്രട്ടറി AK ധനേഷ്, N സുന്ദരൻ, TA അജിത്, K ഗിരീഷ് കുമാർ, PJ അബ്ദു എന്നിവർ സംസാരിച്ചു. PA ആരവ് കൃഷ്ണയുടെ മാജിക് ഷോ ഉണ്ടായി. വിവിധ കലാപരിപാടികളും നടന്നു. ഓണസദ്യയോടെയാണ് ചടങ്ങുകൾക്ക് സമാപനമായത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പരുത്തിപ്പള്ളിയിൽ ബാലഗോകുലം നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ ചരാംകുളങ്ങര ക്ഷേത്രത്തിൽ സംഗമിച്ച മഹാശോഭായാത്രയായി തൃത്താമര ശ്രീകൃഷ്ണ ആശ്രമത്തിൽ സമാപിച്ചു. ബാലഗോകുലം പ്രസിഡന്റ് D ദാമോദരനുണ്ണി, സെക്രട്ടറി CN സന്തോഷ്, ട്രഷറർ ഹരിദാസ്, സേതുമാധവൻ, ജയശങ്കർ, സുരേന്ദ്രൻ മണ്ണുപറമ്പ് എന്നിവർ നേതൃത്വം നൽകി. പത്രിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കായികമേള തുടങ്ങി. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. മാറ്റം എന്നുള്ളതിൽ നിന്ന് ആയിക്കൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾ ഇതിൽ നിന്നെല്ലാം തന്നെ മാറി മാറി അവർക്കിപ്പോൾ ഒരു ഫോൺ കിട്ടിയാൽ ആ ഫോണിൽ മാത്രം സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം എന്നുള്ള നിലയിൽ നല്ല രീതിയിൽ മുൻകാലങ്ങളിലെല്ലാം തന്നെ കായിക മത്സരങ്ങൾ നടന്നെങ്കിലും ഇന്ന് കുറച്ച് കുറവാണ്. ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ AA ശിഹാബ്, പ്രിൻസിപ്പൽ കർപ്പകം HM അനിത, കായികാധ്യാപകരായ വിഷ്ണു, മുരളി എന്നിവർ സംസാരിച്ചു. വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റൊലി. പോലീസ് അതിക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നും ഇവ പർവ്വതീകരിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും LDF യോഗത്തിൽ മുഖ്യമന്ത്രി ന്യായീകരിച്ചിരിക്കുന്നു. ഈ ന്യായീകരണത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. മുഖ്യമന്ത്രി പറഞ്ഞതിൽ യോജിപ്പുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. അത് എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ പല സ്ഥലത്തും സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് 2 കൊല്ലം മുമ്പാണ് നടന്നിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു. അന്നതേമാതിരി അന്വേഷണമൊക്കെ വന്ന് നടപടി വന്നിട്ടുള്ളതാണ്. ഇപ്പോഴും അന്വേഷണം വന്ന് പ്രശ്നമായി ചാനലിലും പത്രത്തിലൊക്കെ വന്നപ്പോൾ അന്വേഷണം വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ, നോർത്ത് ഇന്ത്യയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ ഇതല്ല.
അല്ല അവരിപ്പോൾ ഏതാണല്ലോ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അതാണല്ലോ അവർക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. കൂട്ടായ്മയിലൂടെ കേരളത്തിന്റെ ആരോഗ്യമേഖല കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് വി കെ ശ്രീകണ്ഠൻ MP. ആര് നാട് ഭരിച്ചാലും വികസന തുടർച്ച അനിവാര്യം. ഷൊർണൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ MP LAD പദ്ധതിയിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച IP കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഒറ്റപ്പാലം സൗത്ത് പനമണയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടും അനധികൃത പടക്ക ശേഖരവും. പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ ഷൊർണൂർ ഒറ്റപ്പാലം സ്വദേശികളായ 6 യുവാക്കൾ അറസ്റ്റിൽ. സൗത്ത് പനമണ്ണ റോഡിലെ വാടക കെട്ടിടത്തിൽ MDMAയും കഞ്ചാവും വൻതോതിൽ പടക്ക ശേഖരവും കണ്ടെത്തി. അനധികൃത പടക്ക കച്ചവടത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് കേരള ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ. ഒറ്റപ്പാലത്ത് അനധികൃത വിൽപ്പനയ്ക്ക് പടക്കം സൂക്ഷിച്ചവരുമായി സംഘടനയ്ക്ക് ബന്ധമില്ലെന്നും വിശദീകരണം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം ന്യായീകരിച്ച് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി സുജിത്. പോലീസിന്റെ തല്ലുവാങ്ങിയത് മദ്യപിച്ചതിനെന്ന് KV അബ്ദുൽ ഖാദർ. ജില്ലാ സെക്രട്ടറിയെ തള്ളി സുജിത്. അബ്ദുൽ ഖാദറിന്റെ വാദങ്ങളെല്ലാം തെറ്റ്, താൻ മദ്യപിക്കാറില്ല. തനിക്കെതിരെയുള്ളത് പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള കേസുകൾ മാത്രം. സുജിത്തിനെതിരായ പരാമർശങ്ങൾ നാക്കുപിഴയല്ലെന്ന് ആവർത്തിച്ച് അബ്ദുൽ ഖാദർ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനെതിരെ പ്രതിഷേധം തുടരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ച്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ പാർട്ടി നയം KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ കോൺഗ്രസിന് പ്രതിസന്ധിയില്ലെന്നും പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. രാഹുൽ പാലക്കാട്ടെത്തിയാൽ സംരക്ഷണം ഒരുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിലും KPCC തീരുമാനമെടുക്കും. DCC പ്രസിഡന്റിന്റെ പ്രതികരണം ഏറെ നാളുകൾക്ക് ശേഷം MLA ശനിയാഴ്ച പാലക്കാട്ട് എത്തുമെന്ന സൂചന നിലനിൽക്കെ. CEO അറ്റ് ഉന്നതി പദ്ധതിക്ക് അട്ടപ്പാടിയിൽ തുടക്കം. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ U ഖേൽക്കർ അട്ടപ്പാടി ആനവായിലെ ഉന്നതിയിലെത്തി. പദ്ധതി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരും ഭാഗമാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കം അവസാനിപ്പിക്കണമെന്ന് NREG വർക്കേഴ്സ് യൂണിയൻ. യൂണിയൻ വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം. വിവിധ തപാൽ ഓഫീസുകളിലേക്ക് തൊഴിലാളി മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.